എക്സ്ട്രാ ബ്രഷ് ചെയ്യുന്നില്ല മക്കളെ. കൈകൊണ്ടിക്കോ. ഹായ് എവ്രി വൺ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കങ്ങളിലാണ്. ഇത് ലഞ്ചിനുള്ള ചിക്കനാണ് കേട്ടോ. അത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ഷെയ്സിൻ്റെ കൂടെ നിങ്ങൾ കണ്ടത് അസ്കർ ഖാൻ്റെ വലിയ ബ്രദറിൻ്റെ മോനാണ് കേട്ടോ, ഷെൻസ്. മുന്നത്താത്താൻ്റെയും ഒക്കെ മോനാണ്. അപ്പോൾ അവരിപ്പോൾ സൗദിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ തലേദിവസം സ്റ്റേ ചെയ്യാൻ വന്നതായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഒരു രണ്ടാൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അഗാരയുടെ OTGയിൽ ഇതാ അവിടെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നമ്മൾ രാവിലെ തന്നെ ഓവനിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പം ഞാൻ തലേദിവസം ഇതിൻ്റെ മാരിനേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പം എങ്ങനെയാണ് അത് മാരിനേറ്റ് ചെയ്തതെന്നുള്ളത് കാണിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അങ്ങനെ ഓവൻ സീരീസ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടൈം സേവിങ് ആണല്ലോ. കാരണം കറി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്. ഓവൻ സീരീസിൽ നിന്ന് 3ാമത്തെ റെസിപ്പി ആയിരിക്കും. അപ്പം എന്തായാലും എല്ലാവരും. അപ്പോൾ നമുക്ക് കറിയിലേക്ക് ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു സവാളയും തക്കാളിയും, കുറച്ച് കാഷ്യൂ, അതും കൂടെയാണ് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചെടുത്താൽ മതി കേട്ടോ, ഇത്ര തന്നെ എടുക്കണ്ട. ഞാനെടുത്ത് ചെറുതായിട്ട് കുറച്ച് കൂടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഈ ഒരു തൈരും, പുളിയില്ലാത്ത തൈരും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, സവാളയും പിന്നെ കുറച്ച് തക്കാളിയും കാഷ്യും, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കുക. നമ്മളിത് തൈരിലാണ് അരച്ചെടുക്കുന്നത്. അപ്പം ഒരു അരക്കപ്പോളം തൈര് ചേർത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈരാണ്, വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് മസാല പൗഡറുകളാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ നല്ലത് കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, വളരെ കുറച്ച് മാത്രം ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇനി ഇത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ചിക്കനും പൊട്ടാറ്റോയും കൂടെയാണ് കറിക്ക് എടുക്കുന്നത്. ഇതാ ചെറിയ പൊട്ടാറ്റോ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. വലുതുള്ളത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലില്ലാത്ത ചിക്കൻ പീസുകളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഫ്രിഡ്ജിലൊന്ന് കവർ ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇല്ലെങ്കിൽ ഞാനിത് തലേദിവസമാണ് വെച്ചത് കേട്ടോ. തലേദിവസം രാത്രി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് രാവിലെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പോൾ തലേദിവസം രാത്രിയാണ് ഇപ്പോൾ ഇത് റെഡിയാക്കി വെക്കുന്നത്. ഈ ഒരു ജാറിൽ ഒഴിച്ചിട്ടുള്ള ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതും ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ കറി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഇനി ഇതിങ്ങനെ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഇത് രാവിലെ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 1.5 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട് ഇത് വേവിച്ചെടുക്കാൻ. പക്ഷേ എന്നാലും നമുക്ക് വേറെ പണികളൊന്നുമില്ലല്ലോ. അതിൽ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്നെടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്നുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ തലേദിവസം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മിക്സിയുടെ ജാറിലുള്ള വെള്ളം, അതൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചെയ്തിട്ട് കുളിച്ചിട്ടിരുന്നോളി ചൂടുവെള്ളത്തിൽ. അപ്പോൾ ഇത് ഓവനിൽ നമ്മൾ 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം 40-45 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് പിന്നെ എടുത്ത് പിന്നെയും അങ്ങനെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അങ്ങനെ 1.5 മണിക്കൂർ ഏകദേശമൊക്കെ എടുത്തിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സിയപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള പൊടി എടുക്കുകയാണ്. പിന്നെ ചിലരൊക്കെ മെസ്സേജ് ചെയ്ത് ചോദിക്കലുണ്ട് അഗാരയുടെ ഈ ഒരു OTG എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത്. ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ അഗാരയുടെ പ്രൊഡക്ട്സ് എല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്.
കണക്കിനോണ്ട് അവധി കൊടുക്കണം എന്ന്. അപ്പോൾ ഇതാ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ചും കൂടെ മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഗ്രേവി കുറച്ചും കൂടെ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ വേവിക്കുമ്പോൾ തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതാ നമ്മളുടെ ചൂടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിന്, ഇതും സിയപ്പും. കുട്ടികൾക്ക് സ്കൂളിലുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ടിഫിനിലൊന്ന് ഇതന്നെ സിയപ്പും ചിക്കൻ കറിയും തന്നെയാണ് ആക്കണത്. അങ്ങനെ കുട്ടികൾ സ്കൂളിൽ പോയി ഇനി അസ്കർക്കാക്കുള്ള ലഞ്ച് റെഡിയാക്കി വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് തിളപ്പിച്ചൂറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടിച്ചക്ക തോരനും കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുട്ടയും പൊരിച്ചു കൊടുത്തു. പിന്നെ കറി ഉണ്ടായിരുന്നു, അപ്പോൾ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അസ്കർഖാൻ്റെ ലഞ്ചും റെഡി ആയിട്ടുണ്ട്. സിയപ്പം കുറച്ചും കൂടെ ചുട്ടെടുക്കാണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ചുട്ടെടുത്തിട്ട്
പിന്നെ ഞാൻ ചായ കുടിക്കാതിരുന്നിട്ടുള്ളൂ. ഇത് ഉപ്പാക്ക് 10 മണി ചായക്കുള്ള ബുൾസൈയാണ്. അപ്പോൾ അതും കൂടെ ഈ ചട്ടി ഓഫാക്കുന്നതിൻ്റെ മുന്നേ ആക്കി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ലഞ്ചിനുള്ള ചിക്കന് റെഡിയാക്കിയത് കേട്ടോ. ലഞ്ചിന് ഇന്ന് ചിക്കനാണ്. അപ്പോൾ അതൊന്ന് റോസ്റ്റാക്കി എടുക്കാനുണ്ട്. ഇപ്പോൾ കുക്കിങ്ങും ബാക്കി പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കിച്ചണൊന്ന് തുടക്കണം കേട്ടോ. കിച്ചണും വർക്ക് ഏരിയയൊക്കെ ഒന്ന് തുടക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടക്കട്ടെ. ഉള്ളിലൊന്നും ഇന്ന് തുടക്കണില്ല. ഇന്ന് ലഞ്ച് കഴിച്ചതിന് ശേഷം നമുക്ക് ഉമ്മാൻ്റെ ബ്രദറിൻ്റെ വീട്ടിലൊന്ന് പോവാണ്ട്. അതിനിടയിൽ ഷെയ്ൻ്റെ ഹസ്ബൻഡ് കൂടെ നാട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിൽ വന്നപ്പം വേറൊരു മത്തനും കൂടെ നമുക്ക് പറിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മൂച്ചിൻ്റെ മുകളിലേക്ക് പടർത്തി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇത് കോണിയൊക്കെ വെച്ചിട്ടൊക്കെ വേണം എടുക്കാൻ. അപ്പോൾ അവരെ കൊണ്ടത് പറപ്പിക്കുകയാണ് കേട്ടോ, റഫീഖാക്കാനെ കൊണ്ട്. അത് കുറച്ച് വലിയ മത്തനായിരുന്നു കേട്ടോ. അതിൻ്റെ തലേദിവസം ഞങ്ങൾ വേറെ 2 മത്തനും കൂടെ പറിച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇന്നെടുത്ത മത്തന്. ഇതതിൻ്റെ തലേദിവസം ഞങ്ങൾ പറിച്ചപ്പം എടുത്തതായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ. നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചക്കറികളാകുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണല്ലോ. പിന്നെ ഈ മത്തൻ നല്ല മത്തനായിരുന്നു കേട്ടോ. നല്ല പൊടിയുള്ള മത്തനാണ്. അപ്പം അതുകൊണ്ട് കറി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നാളെ പൊടിച്ചോ.
ഈ 2 മത്തൻ അതിൻ്റെ മുന്നേ പറിച്ചതായിരുന്നു കേട്ടോ. അതിൻ്റെ മുന്നേ വേറൊരു മത്തൻ എടുത്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ ഞാനും ഷെയും ഉമ്മയും റഫീഖാക്കാൻ്റെ കൂടെ ഉമ്മാൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അവർ ഇപ്പം അടുത്ത് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പം റഫീഖാക്കൊന്നും വീട് കണ്ടിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അവരുടെ വീട് കോട്ടക്കൽ എടരിക്കോടാണ് കേട്ടോ. ഞങ്ങൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് അങ്ങനെ തിരിച്ച് പോവുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പം ഞങ്ങളവിടെ ചെന്ന സമയത്ത് മക്കളൊന്നും അവിടെ വീട്ടിലില്ലായിരുന്നു. അപ്പോൾ അവരൊക്കെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പറയാതെയാണ് ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അമ്മാവനും അമ്മായി മാത്രമുള്ളായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ അങ്ങനെ തിരിച്ചു പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.